ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പാസ്റ്റിലെ എല്ലാ പാട്ടുകളും ഒറ്റ വീഡിയോയിൽ നമ്മൾ പഠിച്ചെടുക്കുകയാണ്. അതായത് ഇന്നലെ നമ്മൾ പ്രസൻറ്റ് ടെൻസിലെ എല്ലാ പാട്ടുകളും ഒറ്റ വീഡിയോ ആക്കിയിട്ട് സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവർ തീർച്ചയായിട്ടും കാണുക. പ്രസൻറ്റ് ടെൻസിൽ ഒറ്റ വീഡിയോ ആണ്, അതിലെല്ലാം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ട്രക്ചറും സെൻറ്റൻസ് മേക്കിങ്ങും ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർ റിക്വസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാസ്റ്റാണ്. അതിന് ഞാൻ എടുത്ത വെർബ് എന്ന് പറയുന്നത് ബൈ എന്നുള്ള വെർബാണ്. അതിൻ്റെ പല രൂപങ്ങളുമാണ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നലെ വീഡിയോ കുറച്ച് ലെങ്ത് ആയതുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാണാത്തവരൊക്കെ ഇന്നത് കാണുക. അത് കണ്ടതിന് ശേഷം ഇന്ന് രാത്രി ചിലപ്പോൾ ലൈവ് ഉണ്ടായിരിക്കും. അതിൽ ഇന്നലെ പഠിച്ച കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാസ്റ്റിൽ 4 ഭാഗങ്ങളുണ്ട്, 4 പാർട്ടുകളുണ്ട് പാസ്റ്റിൽ. അപ്പോൾ അതൊറ്റടിക്ക് നമ്മൾ പറഞ്ഞു തീർക്കുകയാണ് വളരെ സിമ്പിളായിട്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നും എടുത്ത വേർബ് ഏതാണെന്നറിയോ? ബൈ തന്നെയാണ്. അതായത് ബൈൻ്റെ പാസ്റ്റ് നമ്മൾ പഠിച്ചിരിക്കണമല്ലോ. അപ്പോൾ ഇന്നലെ ബൈ വെച്ചിട്ട് അതിൻ്റെ എല്ലാ പാർട്ടുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്ന് ബൈയുടെ പാസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം പാസ്റ്റിന് 4 പാർട്ടുണ്ട്. പ്രസൻറ്റിൻ്റെ 4 പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു. പാസ്റ്റിനും 4 പാർട്ടുണ്ട്. ഏതൊക്കെയാണ്? പാസ്റ്റ് സിമ്പിൾ, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റാണ്. സിമ്പിളായ രീതിയാണ്. ഇവിടെ സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ല. എല്ലാ സബ്ജക്റ്റിനും നമ്മൾ ഒരേ മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കണ്ടിന്യൂസിൽ കുറച്ച് വ്യത്യാസം വരും. അത് നമുക്ക് പറയാം. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2. നമ്മൾ പ്രസൻറ്റിൽ എന്താ പറഞ്ഞത്? സബ്ജക്റ്റ് പ്ലസ് V1 ആണ് അല്ലേ? എന്നാൽ ഇവിടെ പാസ്റ്റിൽ പറയുന്നത് സബ്ജക്റ്റ് പ്ലസ് V2. ഓക്കെ, വെർബ് V2 ഫോമിലാണ്. ക്ലിയർ ആണല്ലോ? സബ്ജക്റ്റ് പ്ലസ് V2, അതായത് ഒരു വെർബിൻ്റെ V2 ഫോം. അപ്പോൾ നമ്മൾ ഈ ലൈവിൽ പഠിക്കുന്നത് ഓരോരോ വെർബ് യൂസ് ചെയ്തുകൊണ്ടും ഇതുപോലെ പ്രസൻറ്റിലും പാസ്റ്റിലൊക്കെ ഉള്ള സെൻറ്റൻസ് മേക്കിംഗ് ആണ് നമ്മൾ ലൈവിൽ പറയാം. അപ്പോൾ എല്ലാവരും ലൈവിൽ പങ്കെടുക്കണം കേട്ടോ. ഓരോരോ ക്ലാസ് കഴിയുമ്പോഴും അതിൻ്റെ ലൈവ് നമ്മൾ നടത്തുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ പറയാം. അപ്പോൾ സിമ്പിൾ പാസ്റ്റിലെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സബ്ജക്റ്റ് പ്ലസ് V2. അപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കൂ. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വേർബ് എന്ന് പറയുന്നത് ബൈ ആണ് അല്ലേ? ബൈൻ്റെ പാസ്റ്റ് എന്താണ്? അതായത് V2 എന്താണ്? ബൈ, ബോട്ട്, ബോട്ട്, ബൈ, ബൈസ്, ഇങ്ങനെയാണ്. ഓക്കെ, അറിയാത്തവരൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ V2ഉം V3യും ബോട്ട് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളിങ്ങനെ പറയണം, ഞാൻ വാങ്ങി അല്ലേ? ബൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുക എന്നാണ്. അപ്പോൾ ഞാൻ വാങ്ങി, ഇന്നലെയോ മിനിയാന്നോ രാവിലെയോ ഒക്കെ ഞാനൊരു സാധനം വാങ്ങി എന്ന് പറയണമെങ്കിൽ ഐ ബോട്ട്, സബ്ജക്റ്റ് V2, ഐ ബോട്ട്, ഞാൻ വാങ്ങി. ഞാനൊരു പേന വാങ്ങി എന്നിങ്ങനെ പറയാം. ഞാൻ ഒരു പേന വാങ്ങി, ഒരു വസ്തുവാണ് വാങ്ങുന്നത്. ഐ ബോട്ട് എ പെൻ, ഐ ബോട്ട് എ പെൻ, ഞാൻ ഒരു പേന വാങ്ങി. ഇവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് ഒരു പ്രശ്നമല്ലാന്ന്. അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, അവൾ ഒരു ഫോൺ വാങ്ങിയോ? അവൾ ഒരു ഫോൺ വാങ്ങിയോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിലോ? ഇവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് നമ്മൾ പ്രസൻറ്റ് സിമ്പിളിൽ നമ്മൾ ഓക്സിലറി ഏതായിരുന്നു? സിംഗുലറിൻ്റെ കൂടെ ഡസ് യൂസ് ചെയ്യണം, പ്ലൂറലിൻ്റെ കൂടെ ഡു യൂസ് ചെയ്യണം. അവിടെ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കറക്റ്റ് ചെയ്തിട്ട് കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസൻറ്റ് സിമ്പിളിൽ ഡൂവും ഡസ്സും ആണ് നമ്മുടെ ഓക്സിലറി. എന്നാൽ പാസ്റ്റിൽ അതിൻ്റെ പാസ്റ്റ് എന്താ? ഡുവിൻ്റെയും ഡസിൻ്റെയും പാസ്റ്റാണ് ഡിഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ക്രിയേറ്റിങ്ങിനും നെഗറ്റീവിനും ഒക്കെ നമുക്ക് എന്ത് വേണം? ഓക്സിലറി വേണം അല്ലേ? ഐ ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ പ്ലസ് ഡിഡാണ്. ബൈ പ്ലസ് ഡിഡാണ് ബോട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സിമ്പിൾ പ്രസൻറ്റിലും ഡൂവും ഡസും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവൾ ഒരു ഫോൺ വാങ്ങിയോ? ഇവിടെ അവളാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് ഡിഡ് തന്നെയാണ്. അവൾ ഒരു ഫോൺ വാങ്ങിയോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. എങ്ങനെയാണ് ചോദിക്കുക? ഡിഡ് ഷീ ബൈ?
പിന്നെ നമ്മളവിടെ ബോട്ട് യൂസ് ചെയ്യരുത്. ഡിഡ് ഷീ ബൈ ദ ഫോൺ? ഡിഡ് ഷീ ബൈ ദ ഫോൺ? അവൾ ഫോൺ വാങ്ങിയോ? ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നെഗറ്റീവിൽ എങ്ങനെ പറയാ? ഞങ്ങൾ കാറ് വാങ്ങിയില്ല. ഇവിടെ സബ്ജക്റ്റ് പ്രശ്നമല്ല കേട്ടോ. ഞങ്ങൾ കാറ് വാങ്ങിയില്ല, ഞങ്ങളാണ് സബ്ജക്റ്റ്. എന്നാലും നമ്മൾ എന്ത് പറയണം? ഞങ്ങൾ കാറ് വാങ്ങിയില്ല. ഇവിടെ നെഗറ്റീവ് പറയണമെങ്കിൽ നമുക്ക് ഓക്സിലറി നിർബന്ധമാണ്. ഓക്സിലറി ഏതാണ്? ഡിഡ് ആണ്. ഡിഡിൻ്റെ കൂടെ ഒരു നോട്ട് ആഡ് ചെയ്യുക. വി ഡിഡിൻ ബൈ ദ കാർ. വി ഡിഡിൻ ബൈ ദ കാർ. ഞങ്ങൾ കാറ് വാങ്ങിയില്ല. ഓക്കെ, ഇനി ഇങ്ങനെ പറയാണ്, നിങ്ങൾ വീട് വാങ്ങിയില്ലേ? നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. നെഗറ്റീവ് ക്വസ്റ്റ്യനിൽ നിങ്ങൾ വീട് വാങ്ങിയില്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ഓക്സിലറി ഫസ്റ്റ് വരും. അപ്പോൾ അതിന് നോട്ട് ആഡ് ചെയ്യുക അല്ലേ. ഡിഡിൻ, നിങ്ങൾ, നീ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് യു ആണല്ലോ. അപ്പം ഡിഡിൻ യു ബൈ ദ ഹൗസ്? ഡിഡിൻ യു ബൈ ദ ഹൗസ്? നിങ്ങൾ വീട് വാങ്ങിയില്ലേ? ഡിഡിൻ യു ബൈ ദ ഹൗസ്? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഡിഡ് യൂസ് ചെയ്ത സമയത്ത് നമ്മളവിടെ നമ്മുടെ വേർബ് V1 ഫോമിലാണ് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്നറിയോ? നമ്മൾ ഡിഡിനെ അവിടെ വേർതിരിച്ചു. നമ്മൾ പാസ്റ്റിൻ്റെ വേർബിൽ നിന്ന് ബോട്ട് എന്ന് പറയുന്നത് ഡിഡ് പ്ലസ് ബൈ ആണ് അല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുമ്പോൾ ഡിഡിനെ ഇങ്ങോട്ട് മാറ്റിയല്ലോ. അതുകൊണ്ടാണ് അവിടെ നമ്മൾ ഫസ്റ്റ് ഫോമായ ബൈ എന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ സിമ്പിൾ പാസ്റ്റിൽ പറയാനുള്ളത്. മനസ്സിലായല്ലോ? ഞാൻ വാങ്ങി, ഐ ബോട്ടാണ്. ഇനി നീ വാങ്ങിയോ എന്ന് ചോദിക്കുമ്പം നമ്മൾ ക്വസ്റ്റ്യൻ വേർഡായ ഡിഡ് നമ്മൾ ഓക്സിലറി ആയ ഡിഡിനെ ഫസ്റ്റിലേക്ക് കൊണ്ടുവരും. അത് നമുക്കറിയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പഠിക്കേണ്ടത്. ഇനി നെക്സ്റ്റ് പറയുന്നത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ്. ഈ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ മലയാളത്തിൽ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസ് എന്ന് യൂസ് ചെയ്യുന്നത്. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ആണ് എന്ന് പറയാനാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിരുന്നു എന്ന് പറയാനാണ്. പ്രസൻറ്റ് കണ്ടിന്യൂസിലെ ഓക്സിലറി ഏതൊക്കെയായിരുന്നു? ഈസ്, ആറ്, ആമായിരുന്നു. എങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ ഏതാണ്? വാസ്, വേർ ആണ്. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് നോക്കേണ്ടതുണ്ട്. ഓക്കെ, സിമ്പിൾ പാസ്റ്റിൽ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഒരുപോലെയാണെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ സബ്ജക്റ്റുകൾ വ്യത്യസ്തമാണ്. നമ്മൾ ഓക്സിലറി വാസും വേറും ആണ്. വേറ് പ്ലൂരലിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു, വാസ് സിംഗുലറിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമുക്ക് പാസ്റ്റ് കണ്ടിന്യൂസിലെ സ്ട്രക്ചർ എന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വേർ പ്ലസ് നമ്മൾ വെർബ് എന്തായിരിക്കും? ING ഫോമിലായിരിക്കും. പ്രസൻറ്റിലെ പോലെ തന്നെ ING ഫോമിലാണ് നമ്മൾ വെർബ് വരിക. അപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കും. ഞാൻ ആയിരുന്നു, അവൾ ആയിരുന്നു എന്നൊക്കെ പറയാറുണ്ട്. ഇവിടെ നമ്മൾ ഐ എന്നുള്ള സബ്ജക്റ്റ് പ്ലൂറലായിട്ടല്ല കണക്കാക്കുന്നത് കേട്ടോ. അതും കൂടി പറഞ്ഞു തരാം. പ്രസൻറ്റ് കണ്ടിന്യൂസിൽ ഐൻ്റെ കൂടെ ആം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഐൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് വാസ് ആണ്. അവിടെ നമ്മൾ ഐ പ്ലൂറലായിട്ടല്ല കാണുന്നത്. അപ്പോൾ നമ്മൾ ഐ വാസ്, ഞാനായിരുന്നു. അവളായിരുന്നു, ഷീ വാസ്. നിങ്ങളായിരുന്നു, യു വേർ. ഓക്കെ, അപ്പോൾ പ്ലൂറലിൻ്റെ കൂടെ വേർ യൂസ് ചെയ്യും, സിംഗുലറിൻ്റെ കൂടെ വാസ് യൂസ് ചെയ്യും. ഓക്കെ ആണല്ലോ. ഇനി സെൻറ്റൻസ് പറയാണ്. നമ്മൾ വേർബ് വാങ്ങുക എന്നാണ് അല്ലേ. അവൾ വാങ്ങുകയായിരുന്നു. നമ്മൾ വേർബ് വാങ്ങുക എന്നാണല്ലോ. അവൾ വാങ്ങുകയായിരുന്നു. അപ്പം നമ്മൾ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ടൊന്ന് പറയൂ. അവൾ, ഷീ ആണ്. ഷി വാസ് ബൈയിങ്. ഷി വാസ് ബൈയിങ്. അവൾ വാങ്ങുകയായിരുന്നു. നെക്സ്റ്റ്, ഇവിടെ ഒരു സെൻറ്റൻസ് പൂർണ്ണമായി പറയുമ്പോഴേ നമ്മളിപ്പോഴും നമ്മൾ പാസ്റ്റിൽ ഇങ്ങനെയാണ് യൂസ് ചെയ്യുക. ഞാൻ വിളിച്ചപ്പോൾ അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു. സബ്ജക്റ്റ് മാറിയിട്ടോ. ഞാൻ വിളിച്ചപ്പോൾ അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു എന്നെങ്ങനെ പറയാ? അവൻ വാങ്ങുകയായിരുന്നു അല്ലേ. ഞാൻ വിളിച്ചപ്പോൾ അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു. ഇവിടെ അവസാനം നമ്മൾ പറഞ്ഞത് എന്താണ്? അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു. ഹി വാസ്, ഹി ആണല്ലോ സബ്ജക്റ്റ്. ഹി വാസ് ബൈയിങ് വെജിറ്റബിൾസ് വെൻ ഐ കോൾഡ്. ഞാൻ വിളിച്ചപ്പോൾ അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു എന്നാണ്. ഇതാണ് ശരിക്കും നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. വേഴ്സും വേറൊക്കെ കേട്ടോ. ഞാൻ വിളിച്ചപ്പോൾ അവൻ പച്ചക്കറി വാങ്ങുകയായിരുന്നു. ഹി വാസ് ബൈയിങ് വെജിറ്റബിൾസ് വെൻ ഐ കോൾഡ്. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇപ്പോൾ നമ്മളൊരു ഷോപ്പിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ആളോ ആരെങ്കിലും ആ ഷോപ്പിലുണ്ട്.
അപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, സ്വാഭാവികമായിട്ടും നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് അല്ലേ, ഞാൻ വന്നപ്പോൾ നീ എന്ത് വാങ്ങുകയായിരുന്നു? ഞാൻ വന്നപ്പോൾ നീ എന്ത് വാങ്ങുകയായിരുന്നു എന്ന് ചോദിച്ചല്ലോ. നീ ആണ് സബ്ജക്റ്റ് അല്ലേ, നീ എന്ത് വാങ്ങുകയായിരുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പലതരത്തിൽ നമ്മൾ മലയാള സെൻറ്റൻസുകൾ പറയാറുണ്ട് അല്ലേ. അവിടെയൊക്കെ നമ്മളിപ്പോൾ ടെൻസസ് നോക്കിയിരുന്നാലൊന്നും നടക്കില്ല. പക്ഷേ ഇതുപോലെ ഒരൊറ്റ വീഡിയോ ആയിട്ട് അത്യാവശ്യമുള്ള ടെൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ സെൻറ്റൻസുകളിൽ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഷോപ്പിൽ എന്താ പറഞ്ഞേ, ഞാൻ വന്നപ്പോൾ നീ എന്ത് വാങ്ങുകയായിരുന്നു. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മൾ അധികം യൂസ് ചെയ്യണം അല്ലേ, എന്ത് വാങ്ങുകയായിരുന്നു, നീ എന്ത് വാങ്ങുകയായിരുന്നു എന്നാണ്. അപ്പം വാട്ട് വേർ യു ബൈയിങ്, വാട്ട് വേർ യു ബൈയിങ്, നീ എന്ത് വാങ്ങുകയായിരുന്നു? ഞാൻ വന്നപ്പോൾ, വെൻ ഐ കെയിം, വെൻ ഐ കെയിം, ഞാൻ വന്നപ്പോൾ അല്ലേ, കഴിഞ്ഞു പോയ കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ വെൻ ഐ കെയിം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം വാട്ട് വേർ യു ബൈയിങ് വെൻ ഐ കെയിം, ഞാൻ വന്നപ്പോൾ നീ എന്ത് വാങ്ങുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് നെഗറ്റീവിൽ എങ്ങനെ പറയാം? ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ശ്രദ്ധിക്കണം കേട്ടോ. പ്ലൂറലിൻ്റെ കൂടെയാണെങ്കിൽ വേർ യൂസ് ചെയ്യണം, സിംഗുലറിൻ്റെ കൂടെയാണെങ്കിൽ വാസ് യൂസ് ചെയ്യണം. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവർ ഐസ്ക്രീം വാങ്ങുകയായിരുന്നില്ല. നെഗറ്റീവാണ്, അവർ ഐസ്ക്രീം വാങ്ങുകയായിരുന്നില്ല എന്നെങ്ങനെ പറയാ? സബ്ജക്റ്റ് അവരാണ്, വാങ്ങുകയായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദേ വേർ നോട്ട്, നമ്മൾ ഓക്സിലറിയുടെ കൂടെ നോട്ട് ആഡ് ചെയ്യുക. ദേ വേർ നോട്ട്, ദേ വേറിൻറ്റ്, അതിന് ഷോർട്ടാക്കി പറയാം. ദ വേറിൻറ്റ് ബൈയിങ് ഐസ്ക്രീം, ദ വേറിൻറ്റ് ബൈയിങ് ഐസ്ക്രീം, അവർ ഐസ്ക്രീം വാങ്ങുകയായിരുന്നില്ല. ഇനി ഒരു നെയിം വെച്ച് പറയാണ്. ഇപ്പം ഇങ്ങനെ പോവുക, ഒരു സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് മീര എന്ന് പറയുന്നൊരു പെൺകുട്ടി, നമുക്കറിയാം ആ മീരയെ. ആ മീര എന്ന് പറയുന്ന പെൺകുട്ടി നമ്മൾ കണ്ടപ്പോൾ അച്ചാറോ എന്തോ വാങ്ങുകയാണ്. അപ്പം നമ്മളിങ്ങനെ ചോദിക്കുകയാണ്, ഞാൻ നോക്കിയപ്പോൾ മീര അച്ചാർ വാങ്ങുകയായിരുന്നില്ലേ? ഞാൻ നോക്കിയപ്പോൾ മീര അച്ചാർ വാങ്ങുകയായിരുന്നില്ലേ? കഴിഞ്ഞു പോയ കാര്യമാണ് കേട്ടോ. രാവിലെ എങ്ങാനും നമ്മൾ കണ്ടിട്ടുണ്ട്, പിന്നെ മീരയെ കാണുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ മീര അച്ചാർ വാങ്ങുകയായിരുന്നില്ലേ എന്ന് ചോദിക്കാറുണ്ടല്ലോ. എങ്ങനെ ചോദിക്കാം? മീരയാണ് വാങ്ങുന്നത് കേട്ടോ, വാങ്ങുകയായിരുന്നില്ലേ ക്വസ്റ്റ്യൻ നെഗറ്റീവാണ്. അപ്പോൾ മീരയാണ് സബ്ജക്റ്റ്. അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? വാസ് ആണ് അല്ലേ, വാസ് നോട്ട് എന്നാണ് വേണ്ടത്. അപ്പോൾ വാസിൻറ്റ് മീര ബൈയിങ് പിക്കിൾ, വാസിൻറ്റ് മീര ബൈയിങ് പിക്കിൾ, മീര അച്ചാർ വാങ്ങുകയായിരുന്നില്ലേ? എപ്പോൾ? ഞാൻ നോക്കിയപ്പോൾ, നോക്കുക ലുക്കാണ് അല്ലേ, അപ്പം നോക്കിയപ്പോൾ എന്നാണ്. വെൻ ഐ ലുക്ക്ഡ്, വെൻ ഐ ലുക്ക്ഡ്, ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ വാസിൻറ്റ് മീര ബൈയിങ് പിക്കിൾ വെൻ ഐ ലുക്ക്ഡ്, ഞാൻ നോക്കിയപ്പോൾ മീര അച്ചാർ വാങ്ങുകയായിരുന്നില്ലേ? ക്ലിയർ ആയല്ലോ. അപ്പോൾ നമ്മൾ പാസ്റ്റ് കണ്ടിന്യൂസിൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ പഠിച്ചു, നെഗറ്റീവിൽ സെൻറ്റൻസ് പഠിച്ചു, അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പഠിച്ചു, സെൻറ്റൻസ് മേക്ക് ചെയ്യാൻ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി പറയാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ്. എന്താണ് പാസ്റ്റ് പെർഫെക്റ്റ്? പ്രസൻറ്റ് പെർഫെക്റ്റ് എന്തായിരുന്നു? ഒരു കാര്യം ഉണ്ടെന്ന് പറയാൻ. അതായത് നമുക്കൊരു വസ്തു, ഞാൻ ഇപ്പം നമ്മൾ വാങ്ങുക എന്നുള്ള വേർബാണ് എടുത്തിട്ടുള്ളത്. അപ്പം ആ വസ്തു വാങ്ങി എന്നൊക്കെ പറയാൻ, വാങ്ങിയിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസൻറ്റ് പെർഫെക്റ്റ് പഠിച്ചത്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് മുമ്പ്, അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് നമ്മൾ ഇങ്ങനൊരു വസ്തു വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇവിടെ ഒരുപാട് ആളുകൾക്ക് കൺഫ്യൂഷൻ വരുന്നുണ്ട്, നമ്മൾ വാസും ഹാഡും തമ്മിലുള്ള കൺഫ്യൂഷൻസ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ, മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കുറച്ച് മുമ്പ്. നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. വാസ്, ഹാഡ്, അതുപോലെ ദ വാസ് എന്നൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വാസ് എന്ന് പറയുന്നത് ആയിരുന്നു എന്നാണല്ലോ ഇപ്പം നമ്മൾ പഠിച്ചത്. എന്നാൽ ഈ ഹാഡ് എന്ന് പറയുന്നത് ഒരു വസ്തു നമുക്കുണ്ടായിരുന്നു, മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. സെൻറ്റൻസ് നോക്കാം. അതിനു മുമ്പ് അതിനൊരു സ്ട്രക്ചർ നോക്കൂ. ഹാഡ് ആണ് യൂസ് ചെയ്യുന്നത്. സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി ഹാഡ് ആണ്, ഉണ്ടായിരുന്നു എന്ന് പറയാൻ. എന്നാൽ നമ്മൾ പ്രസൻറ്റിൽ ഉണ്ടെന്ന് പറയാൻ ഹാവും ഹാസും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. സിംഗുലറിൻ്റെ കൂടെ ഹാസ് യൂസ് ചെയ്തു, പ്ലൂറലിൻ്റെ കൂടെ ഹാവ് യൂസ് ചെയ്തു. എന്നാൽ പാസ്റ്റിൽ നമുക്ക് ഒരൊറ്റ ഓക്സിലറിയാണ് ഹാഡ് എന്ന് പറയുന്നത്.
ഓക്കെ, സ്ട്രക്ചർ നോക്കൂ. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3, വെർബ് V3 അല്ലേ. അപ്പോൾ എങ്ങനെയായിരിക്കും സെൻറ്റൻസ് പറയാം? ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലേ, ഞാനൊരു ഫോൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് മുമ്പത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഒരു വസ്തുവാണ് വാങ്ങിയിട്ടുള്ളത്. ആരാണ്? ഞാൻ എന്ന് പറയുന്നൊരു സബ്ജക്റ്റ്. ഞാൻ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴേ വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ഹാവാസ് യൂസ് ചെയ്യാം. വാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. I had bought a box. I had bought a box. ഞാൻ ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, അവൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ? അവൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ അല്ലേ? കുറച്ച് മുമ്പേ അവളൊരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ. ഇവിടെ ഞാൻ പശു എന്നുള്ളൊരു വസ്തുവാണ് എടുത്തിട്ടുള്ളത് അല്ലേ. പശു നമ്മൾ വാങ്ങാറുള്ളൊരു സാധനമാണല്ലോ. അപ്പോൾ അവൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ, ഇനി അവളൊരു ബൈക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. കുറച്ച് മുമ്പ് അവൾ ഇങ്ങനെ സാധനം വാങ്ങിയിട്ടുണ്ടായിരുന്നോ. ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതും ഹാഡ് ആണ്. ഹാഡ് ഷീ ബോട്ട് എ കൗ. ഹാഡ് ഷീ ബോട്ട് എ കൗ. അവളൊരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ. ഇനി അവൾ പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ എന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ ഹാഡ് ഷീ ബോട്ട് ദ കൗ. ഹാഡ് ഷീ ബോട്ട് ദ കൗ. നേരത്തെ ഞാൻ പറഞ്ഞത് അവൾ ഒരു പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് എ കൗ എന്ന് പറഞ്ഞിട്ടുള്ളത്. അവൾ പശുവിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജസ്റ്റ് ചോദിക്കുകയാണെങ്കിൽ ഹാഡ് ഷീ ബോട്ട് ദ കൗ. ഓക്കെ, എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ദായും എയും ഒക്കെ ഇവിടെ യൂസ് ചെയ്യാന്നുള്ളത്. ഒരു എന്ന് ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമുക്ക് എ കൗ എന്ന് പറയാം അല്ലേ. ഒരു എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ദ കൗ എന്ന് പറയാം. ഓക്കെ, ഇനി നെഗറ്റീവിൽ എങ്ങനെ സെൻറ്റൻസ് പറയാം എന്ന് നോക്കാം. ഇപ്പം സബ്ജക്റ്റ് അവർ എന്നെടുക്കാം. സബ്ജക്റ്റ് ഏതായാലും ഇവിടെ കുഴപ്പമില്ല കേട്ടോ. അവർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അവർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നെങ്ങനെ പറയാം? അവർ എന്നാണ് സബ്ജക്റ്റ്. അവർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ദേ ഹാഡിൻറ്റ് അല്ലേ. ഹാഡ് നോട്ട് നമ്മൾ ഓക്സിലറിയുടെ കൂടെയാണ് നമ്മൾ നോട്ട് ആഡ് ചെയ്യുക. അപ്പം ദേ ഹാഡ് നോട്ട് ബോട്ട് ദ കാർ. They hadn't bought the car. They hadn't bought the car. അവർ കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഒരു നെഗറ്റീവ് ക്വസ്റ്റ്യൻ നോക്കൂ. ലീല AC വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ അല്ലേ. ലീല AC വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ എന്നാണ്. ഇവിടെ ഉണ്ടായിരുന്നോ എന്നല്ല ചോദിക്കുന്നത് അല്ലേ. ലീല AC വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, കുറേ മുമ്പേ ഉണ്ടായിരുന്നില്ലേ. ഓക്സിലറി ഏതാണ്? ഹാഡ് ആണ്. ഹാഡിൻ്റെ കൂടെ നോട്ട് ആഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഫസ്റ്റിൽ വരുന്നത്. അപ്പം ഹാഡിൻ ലീല ബോട്ട് ദ AC. ഹാഡിൻ ലീല ബോട്ട് ദ AC. ലീല AC വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് എങ്ങനെ പഠിച്ചു അല്ലേ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ സ്ട്രക്ചറൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് യൂസ് ചെയ്തുകൊണ്ട് ഇതുപോലെ നിങ്ങൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ഈ സ്ട്രക്ചർ മുഴുവനായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അത് യൂസ് ചെയ്തുകൊണ്ട് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി കിട്ടും. ഇനി നമുക്ക് പറയാനുള്ളത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഇതിൽ പൊതുവായിട്ട് നമ്മൾ പറയാറുള്ളത് നമ്മളിപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യം. ഇപ്പം നമ്മൾ പറയാറുണ്ട്, ഇപ്പം പ്രസൻറ്റിൽ നമ്മൾ പറഞ്ഞത് ഇത്ര മണിക്കൂറായിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇത്ര മണി മുതൽ ഞാൻ സ്കൂളിൽ നിൽക്കുകയാണ് ആണ് എന്ന് പറയാറുണ്ട് അല്ലേ. ആ പ്രവൃത്തി വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്തിട്ട് അത് തൊട്ട് മുമ്പ് അവസാനിച്ചിട്ടുണ്ട്. സ്ട്രക്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമുക്ക് ഹാഡ് ബീൻ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൻറ്റൻസ് നോക്കാം. 2 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. 2 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് നിർത്തിയിട്ടുണ്ട്. അവിടെ ആ പ്രവൃത്തി നിർത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ പ്രസൻറ്റിൽ ആ പ്രവൃത്തി വീണ്ടും തുടർന്നുകൊണ്ട് പോവുകയാണ്. അതാണ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ
പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അത് പ്രസൻറ്റിലാണെങ്കിൽ ആണ് എന്ന് പറയും നമ്മൾ അല്ലേ. അപ്പോൾ 2 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ബീൻ. ഇവിടെ നമുക്ക് സബ്ജക്റ്റ് പ്രശ്നമല്ല കേട്ടോ. 2 മണിക്കൂറായിട്ട് ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ഐ ഹാഡ് ബീൻ ടീച്ചിങ്. പഠിപ്പിക്കുക ടീച്ചിങ് ആണ്. അപ്പോൾ ഐ ഹാഡ് ബീൻ ടീച്ചിങ് ഫോർ 2 hours. 2 മണിക്കൂറായിട്ട്. അനു 2 വർഷമായിട്ട് ഓട്ടോ ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അനു എന്ന് പറയുന്നൊരു സബ്ജക്റ്റ് 2 വർഷമായിട്ട് ഓട്ടോ ഓടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ ചെയ്യുന്നില്ല. ഓക്കെ, എങ്ങനെ പറയാ? അനു ആണ്, സിംഗുലർ ആണ്, അതൊന്നും പ്രശ്നമല്ല. അനു ഹാഡ് ബീൻ ഡ്രൈവിംഗ് ആൻ ഓട്ടോ ഫോർ 2 years. അനു ഹാഡ് ബീൻ ഡ്രൈവിംഗ് ആൻ ഓട്ടോ ഫോർ 2 years. 2 വർഷമായിട്ട്. ഇനി സിൻസ് എവിടെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ PSC എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷം മുതൽ PSC എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. PSC നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എഴുതണമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ വർഷം മുതൽ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഈ വർഷം ചെയ്തിട്ടില്ല, അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളാണ് സബ്ജക്റ്റ്. വി ഹാഡ് ബീൻ റൈറ്റിംഗ് PSC സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ഇയർ ആണ്. അപ്പം വി ഹാഡ് ബീൻ റൈറ്റിംഗ് PSC സിൻസ് ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷം മുതൽ ഞങ്ങൾ PSC എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പാസ്റ്റ് ടെൻസിൽ എല്ലാ പാർട്ടുകളും 4 പാർട്ടുകളും കംപ്ലീറ്റ് ആക്കി. കുറച്ച് ലെങ്ത്തുള്ള വീഡിയോസ് ആയിരിക്കും, നിങ്ങൾ മുഴുവനായിട്ട് കാണുക കേട്ടോ. അപ്പോൾ പ്രസൻറ്റ് കഴിഞ്ഞു, പാസ്റ്റിൽ 4 പാർട്ടുകളും കഴിഞ്ഞു. പാസ്റ്റ് സിമ്പിള്, പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഇതിൻ്റെയൊക്കെ സ്ട്രക്ചറും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെയാണ് പാസ്റ്റിൽ നമ്മൾ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 4 ഭാഗങ്ങളും മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പ്രസൻറ്റിലെ 4 പാർട്ടുകൾ തൊട്ട് മുമ്പേ എടുത്ത വീഡിയോ ആണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോക്ക് താഴെ കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാവേ. നിങ്ങളത് കാണണം. അത് കണ്ടതിന് ശേഷം ഇന്ന് രാത്രി കഴിയുമെങ്കിൽ ഞാൻ ലൈവ് ഇടുന്നുണ്ട്. ആ ലൈവിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ആയിരിക്കും, നമ്മൾ പ്രസൻറ്റിൽ നമ്മൾ പഠിപ്പിച്ചതനുസരിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്തായാലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇനി അടുത്ത ദിവസം ലൈവ് ഇടുന്ന സമയത്ത് ഇതായിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ വീഡിയോയുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കുക. ഇന്ന് ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻസ് ഒന്നും തന്നിട്ടില്ല, ലൈവിൽ വരിക കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും ഓൺ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ കേട്ടോ. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോയിൽ ഇനി ഫ്യൂച്ചറാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതും ഇതേപോലെ ഒറ്റ വീഡിയോ ആക്കിയിട്ട് ഞാൻ ചെയ്യും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.